മക്കളില്ലാത്തവരെ അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇത് മക്കളെ ജനിപ്പിക്കുന്ന ഒരു ധ്യാനകേന്ദ്രമാണ്. എത്ര 24 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർ, 22 കൊല്ലമായിട്ട് 22 കൊല്ലമായിട്ട് പണ്ടിങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു. ഈ ഉടമ്പടി ദൈവം തരുന്ന മുമ്പ് വല്ല 5-6 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെയല്ല. ഇപ്പോഴിത് ഒറ്റപ്പെട്ട സംഭവമല്ല. എല്ലാ ആഴ്ചകളിലും തന്നെ അത്ര സാക്ഷ്യങ്ങളുണ്ട്. അത് കാരണം അമ്മ ഈ വിഷയം നിന്നെ കൈവിടത്തില്ല. നീ ഈ കാര്യത്തെ മടുത്തു, നീ അത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തതെന്ന് വിചാരിക്കുക. നീ അടിവയറ്റി കൈവെക്കുക, യേശുവിൻ്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ എന്ന് പറയണം. നീ അടിവയറ്റി കൈവച്ചിട്ട് പറയണം, മകളെ, യേശുവിൻ്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഒന്ന് പറഞ്ഞേ. യേശുവിൻ്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിലെ എന്നിട്ട് പറഞ്ഞേ, യേശുവിൻ്റെ നാമത്തിലെ അമ്മയുടെ മധ്യസ്ഥത്തില് എനിക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കട്ടെ, എനിക്ക് ജോലി ലഭിക്കട്ടെ, എന്റെ കടങ്ങൾ പരിഹരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ജീവിതം ബ്ലോക്കായി പോയവര്, ദാറ്റ് മീൻസ് വിവാഹം ഒത്തുവരാത്തവര്, വീട് കെട്ടി പകുതിയായി നിന്ന് പോയവര്, വീട് ഉറഞ്ഞു നിന്നിട്ട് ഒരിടത്തും വെക്കാൻ പറ്റാതിരിക്കുന്നവര്, ഇങ്ങനെ വീട് സംബന്ധമായ എല്ലാ വിഷയങ്ങളും നമുക്ക് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വാടക ഉച്ചയൊക്കെ താമസിക്കുന്നവരുണ്ട്, വഴിയില്ലാത്തവര്, വഴി തരാത്തവര്, തർക്കപ്പുരയിടത്ത് താമസിച്ചിട്ട് എപ്പോഴും വഴക്കുള്ളവർ, അത് കേസാകുന്നവർ, ആവശ്യമില്ലാതെ നമ്മൾ ആക്രമിച്ച വഴികൾ ഇല്ലാത്ത വഴി വെട്ടിയുണ്ടാക്കി സംഘം ചേർന്ന് ആക്രമിക്കുന്നവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി ശ്രദ്ധിക്കട്ടെ. ദൈവം ഇടപെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. സദയം തുണേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, ചെവിക്ക് കേൾവിക്കുറവുള്ളവർ, മുട്ടിക്കൊഴിഞ്ഞു പോകുന്നവർ, ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലക്ക് ചിരി വരും. മനുഷ്യൻ്റെ അവസ്ഥകളാണ്. നിങ്ങൾക്ക് ഈ ഓരോ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചു കഴിയുമ്പോൾ ആർക്കും നിങ്ങൾ എന്തുമാത്രം ഇത് വേദനാജനകമാണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ വിഷമതകളെ, മാനസികമായ ശാരീരികമായ, അവിടെ എല്ലാം കർത്താവ് ഇടപെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഓരോ മക്കളുടെ വ്യക്തിപരമായും സ്വകാര്യവുമായിട്ടുള്ള എല്ലാ വേദനകളും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 36 വർഷം അർപ്പിച്ച കുർബാനയുടെ ശക്തിയാൽ കൃപാസമർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം.
നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലായിട്ട് നിങ്ങൾ ഓക്കെ ആയിരിക്കുന്ന കപ്പാസിറ്റി ഉള്ള വിഷയങ്ങളാണെങ്കിൽ പോലും വിൽ ഓഫ് ഗോഡ് ദൈവ തിരുമനസ്സാണെങ്കിൽ ഞങ്ങളത് ചെയ്യും. അപ്പോൾ ദൈവ തിരുമനസ് ഇതിൻ്റെ ഒരു പാക്കേജിൻ്റെ ഭാഗമാക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ആ മോൾക്ക് പറ്റിയ റെനിക്ക് പറ്റിയ കുഴപ്പം എന്താ? റെനി ആ ബ്ലീഡിങ്ങിൻ്റെ വിഷയം അവർക്ക് മെഡിക്കൽ സയൻസിൽ അറിയാവുന്ന, അവർ പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ, മെഡിക്കൽ സയൻസിൻ്റെ അറിയാവുന്ന കൊണ്ട് അതൊരു മെഡിക്കൽ പ്രൊസീഡിങ്സിൻ്റെ ഭാഗമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഉടമ്പടി പ്രൊസീഡിങ്സിൽ നിന്ന് അത് മാറ്റിക്കളഞ്ഞ് ആ സ്പേസിലില്ല. ദാറ്റ് മീൻസ് അത് അവരുടെ ബേസിക് മെൻറ്റാലിറ്റിയാണ്. ഒരു സിംഗിൾ ഇഷ്യൂസിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമമല്ല, അവിടെ നിലപാടാണത്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ദൈവത്തെ ഉൾപ്പെടുത്തത്തില്ല. ദാറ്റ് ഇസ് റോങ്. അവർക്ക് ബുദ്ധി കൊണ്ടോ പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ദൈവത്തിന് അവിടെ പ്രൊവിഷനില്ല. അത് ദൈവത്തിൻ്റെതല്ല. ആ വിഷയത്തിൽ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് മറ്റു തരത്തിലൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രം ദൈവത്തിൻ്റെ സമർപ്പണത്തിൽ കൊണ്ടുവരും. പക്ഷേ എന്താ ദൈവം ഉദ്ദേശിച്ചത്? ഒരു ദൈവ പൈതലാണെങ്കിൽ നിൻ്റെ കഴിവുകേടുകളും എല്ലാം ബേസിക്കായിട്ട് നീ ദൈവത്തിന് ഏൽപ്പിച്ചിട്ട് വേണം നിൻ്റെ ആധ്യാത്മിക ജീവിതം പുനഃക്രമീകരിക്കാൻ. നീ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, ബേസിക്കായിട്ട് നീ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലുള്ള ആളാണെങ്കിൽ ദൈവം ഈ വിഷയത്തിൽ ഇടപെടും. റിനുവിന് സംഭവിക്കണ എന്താ? കത്തി വീണു. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറയും. അപ്പോൾ അവൾക്കത് ബുദ്ധിമുട്ടാണ്. എന്താ കാര്യം എന്താ വെച്ചാൽ ഇത് തള്ളവിരലല്ലേ, അപ്പോൾ വിരൽ അനങ്ങണില്ലേ, അനങ്ങാതെ ഇങ്ങനെ ഇരിക്കണം, വരച്ചിങ്ങനെ ഡെഡ് ബോഡി പോലെ. ഈ നമ്മൾ മോർച്ചറി ചെല്ലുമ്പോൾ കാണുന്നില്ലേ, ഞാൻ കുറേ മോർച്ചറി പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ തള്ളവിരലല്ലേ കെട്ടി വെക്കണത് ആളിൻ്റെ പേര്, അപ്പം അതുപോലെ ഇങ്ങനെ തള്ളവിരൽ ഇരിക്കുക, അനക്കമില്ല. പക്ഷേ ഇത് അപ്പം ഡോക്ടർ, അപ്പോൾ ഇവള് ജപമാല ചെല്ലണ ആളാണ്. ജപമാല ചൊല്ലിക്കൊണ്ട് ഡോക്ടർ ഇപ്പോൾ ഓപ്പറേഷൻ ഡേറ്റ് നിശ്ചയിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ അമ്മയെ വിളിക്കും, പരിശുദ്ധ അമ്മയെ ഓപ്പറേഷൻ വേണ്ടെന്ന് പറയും. അവിടെ സ്പേസായി, അവിടെ ആ സ്പേസിലേക്ക് വരും ആൾ. കണ്ട പതുക്കെ ഈ സാധനം അവിടെ അമ്മ കക്ഷിയാവും. നിങ്ങളുടെ കേസിൽ അമ്മയെ കക്ഷിയാക്കാത്താണ് കുഴപ്പം വരുന്നത് ചില കാര്യങ്ങൾക്ക്. ഫുൾ ആൻഡ് ഫുൾ. അപ്പോൾ അമ്മയെന്ന് വിളിക്കുക, അമ്മയെ ഓപ്പറേഷൻ വേണ്ട എന്ന് പറയും, എനിക്ക് പറ്റത്തില്ലെന്ന് പറയും. ഉടനെ ഡോക്ടർ പറയും, നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒരാഴ്ച വെയിറ്റ് ചെയ്യാമെന്ന് പറയും. അവർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നോക്കി അവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അത് പ്രെയർ ടൈം, അത് ആ ടൈം പ്രെയർ ടൈമാണ്. ഒരാഴ്ച വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓപ്പറേഷൻ മാറ്റാമെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് അതെന്ന് വെച്ചാൽ അങ്ങേക്കത് കൃത്യമായിട്ടത് സ്കാനിങ് റിപ്പോർട്ട് വ്യക്തമാകണം. അപ്പോൾ റീസ്കാൻ ചെയ്യുമ്പോൾ ബ്ലഡെല്ലാം മാറി ഇപ്പോൾ ഓക്കെ ആയി കാണുമല്ല. അപ്പോൾ അത് മുറിഞ്ഞിരിക്കണമെങ്കിൽ മുറിഞ്ഞിരിക്കും. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ ഓപ്പറേഷൻ അല്ല വരുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് എൻഡോസ്കോപ്പി കൊളോസ്കോപ്പി കിടപ്പുണ്ട്, അത് വേറെ വിഷയം. അതിപ്പോൾ ഈ കാലിൻ്റെ വേദനയും മുറിഞ്ഞു പോയ ബ്ലഡ് കഴിഞ്ഞപ്പോൾ എൻഡോസ്കോപ്പിയൊക്കെ മറന്നവർ പരിപാടി ആപ്പടെ ബ്ലീഡിങ്ങൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അതിപ്പോൾ റെഫറൻസിന് എടുക്കണില്ല, വേറെ ഒരു വിഷയമായി. അപ്പോൾ ഭർത്താവ് ചോദിച്ചു, നിൻ്റെ പ്രാർത്ഥന കൂടുന്തോറും നിനക്കിതുപോലെ പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ വിട്ടുകൊടുക്കത്തില്ല. അതോർത്തിട്ടോ ശരിയാണല്ലോ, എനിക്ക് പ്രശ്നമാണല്ലോ എന്ന് പറയത്തില്ല. അത് ചില ആൾക്കാരെങ്ങനെ പറയും. കാര്യം നമ്മൾക്ക് എന്തെങ്കിലും ഈടറിവ് സംഭവിക്കുമ്പോഴാണ് നമുക്കറിയാമല്ലോ, നമ്മൾ വെറുതെ കിടന്നാൽ വരെ ഷുഗർ രോഗം ഉണ്ടെങ്കിലൊക്കെ ഉറുമ്പ് നമ്മുടെ അടുത്ത് വരത്തുള്ളൂ. ചത്ത് കിടന്ന ഉറുമ്പ് മാത്രമല്ല, പാറ്റ, പല്ലി, എല്ലാ ക്ഷുദ്രജീവികളും. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒന്നുമില്ല. പക്ഷെ ഒരു ഡെഡ് ബോഡി കിടക്കുകയാണെങ്കിൽ എവിടെ നിന്നെല്ലാം ഒക്കെ ഉറുമ്പും ഈച്ചയും എല്ലാ സാധനവും വരണ കാണാം. ഇതുപോലെ തന്നെയാണ് ആധ്യാത്മികമായി നമ്മൾ ചത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ നിരീശ്വര ഈച്ചകളും വരും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ പറയും, ഇപ്പം നിങ്ങളുടെ പ്രാർത്ഥന കൂടിയില്ലേ, ഇപ്പം എന്നാ പരിപാടി, ഇങ്ങനെയാണ് കാണേണ്ടത്, ഇങ്ങനെ പറിച്ചുകൊണ്ടിരുന്നാൽ മതിയാ, ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ഓരോ വയ്യാവേലികൾ വരും, ജോബിൻ്റെ അടുത്ത് വന്ന പോലെ. അപ്പം ഇതിനകത്ത് അറിഞ്ഞുകൊണ്ടല്ല, ഭർത്താവ് അങ്ങനെ മോശമായിട്ട് പറയുകയല്ല, നല്ല സ്നേഹമുള്ള ഭർത്താവാണ്. പക്ഷേ ഇവളുടെ പ്രാർത്ഥന കൂട്ടിയിട്ട് ഇവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നതല്ല എന്ന് ഓർക്കുമ്പോഴും, പക്ഷെ പുള്ളിയുടെ കൗണ്ടർ
ഇങ്ങനെ ഇവരുടെ കരളിനിട്ട് തന്നെ കൊള്ളുന്നുണ്ട് ശരിക്കും. പക്ഷെ ഇവളെ കൗണ്ടർ നേരെ മാതാവിൻ്റെ അടുത്തിട്ട്, അമ്മേ ഞാൻ വീട്ടിൽ ഒറ്റപ്പെട്ടു. എന്താ കാര്യം? ഡോക്ടർ ഓപ്പറേഷൻ പറയണ്, ഭർത്താവും ഓപ്പറേഷൻ പറയണ്, പക്ഷേ എനിക്ക് ഓപ്പറേഷൻ വേണ്ട, നീ എന്നെ സുഖപ്പെടുത്താം. അതാണ് പ്രശ്നം. അവിടെ ഇപ്പോൾ അമ്മ കക്ഷിയായി. ഉടനെ അമ്മ കക്ഷിയായി എൻ്റെ അടുത്ത്. ഭർത്താവ് ഓപ്പറേഷൻ പറയുന്നു, അല്ല ഡോക്ടർ ഓപ്പറേഷൻ പറയുന്നു, ഭർത്താവ് പറയണതും ഓപ്പറേഷൻ പറയുന്നുണ്ട്. പക്ഷേ ഒരു ബേസിക്കായിട്ട് വിശ്വാസിയാണ്. ഇത് ഒരു കാര്യം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതവരുടെ മെഡിക്കൽ സയൻസിന് അവർ മെഡിക്കൽ പ്രാക്ടീസിനായതുകൊണ്ട് അവർ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും ദൈവത്തോട് അടുപ്പമുള്ള കക്ഷിയാണ്. അപ്പോൾ അവർ പറഞ്ഞ് അമ്മയോട് പറയും, അമ്മേ നീ എന്നെ സുഖപ്പെടുത്തും, എനിക്ക് ഓപ്പറേഷൻ വേണ്ടെന്ന് പറയും. ഉടനെ അവിടെ ഒരു തീരുമാനം എടുക്കും. ഈ ആരാധന ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ആരാധന എക്കാലത്തും ആരാധന തന്നെയാണ്, അതൊരു പ്രോഗ്രാമല്ല. ഇപ്പം ഈശോയുമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം ഒരു പ്രോഗ്രാമല്ല. അപ്പോൾ റീനു എന്താ പറയണത്, ഞാനിപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു ഉടമ്പടി ആരാധന കൂടും, അത് 2 മണിക്കൂറാണ്, അത് മൊത്തം ഞാനിതിന് കൂടും. പക്ഷേ അമ്മയോട് എനിക്ക് കാര്യം പറയാനുണ്ട്, 3 മണിക്കൂറിനുള്ളിൽ എൻ്റെ കാല് നിവർന്നിരിക്കണമെന്ന് പറയും. അതാണ് അധികാരമെന്ന് പറയണത്. ആധ്യാത്മിക ബന്ധം ഉണ്ടാകുമ്പോൾ അധികാരം ഉണ്ടാകും മനുഷ്യനെ. ഞാനിനി ഉടമ്പടി ആരാധന ഇപ്പോൾ ഇരുന്ന് കൂടും, 2 മണിക്കൂറുണ്ടത്, അത് മൊത്തം കൂടും. അമ്മയ്ക്ക് ഞാൻ 3 മണിക്കൂർ തരാം. 2 മണിക്കൂർ ആരാധനയുടേത്, 1 മണിക്കൂർ എക്സ്ട്രാ. 3 മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ കാല് നിവർന്നിരിക്കണം, എനിക്ക് ഓപ്പറേഷൻ പറ്റത്തില്ലെന്ന് പറയും. എന്ന് പറഞ്ഞ് ഇവൾ ഒരു 2 മണിക്കൂർ ഇരുന്ന് തുടരാൻ ആരാധന കൂടും. എന്നിട്ട് 3 മണിക്കൂർ വരെ ഇരുന്ന് പ്രാർത്ഥിക്കും. 3 മണിക്കൂർ, കറക്റ്റ് 3 മണിക്കൂർ കഴിയുമ്പോൾ കാല് പൊക്കും. എൻ്റെ ദൈവമേ, ആ തള്ളവരിൽ അങ്ങനെ തന്നെ പഴയതുപോലെ പൊങ്ങി വരും. ഇതാണ് അതായത് അപ്പം ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റായി. ഇവള് ഭർത്താവിനോട് പറയും, എൻ്റെ കൈ വിരല് പഴയതുപോലെയാന്ന് പറയുമ്പോൾ ഭർത്താവ് അംഗീകരിക്കത്തില്ല. പിന്നെ അത് ഡോക്ടർ പറയണമെന്ന് പറഞ്ഞു, നീയാണോ പറയണ്ടത്? അതാണ് ആൾക്കാരുടെയൊക്കെ സ്വഭാവം. ഇതാണ് അതായത് രോഗിയായ നീ മിണ്ടണ്ട, രോഗിയല്ലേ ഇത്രയും നേരം മരവിച്ചിരുന്ന തള്ളവിരൽ ഉയർത്തുകയും പൊക്കുകയും ചെയ്യണത്. പക്ഷെ സ്വന്തം ഭർത്താവിന് രോഗിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. അതായത് ഇപ്പം നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഭർത്താവിന് വേണ്ടത് ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റാണ്. അതായത് ഡോക്ടർ പറയണം കൈ സുഖപ്പെട്ടു, രോഗി പറഞ്ഞാൽ പോരാ. ഇതാണ് ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥയല്ല, ഒരു ദുരന്തം. ആ രോഗി പറഞ്ഞാൽ പോരാ, രോഗിയല്ലേ പറയേണ്ടത്, ബേസിക്കായിട്ട് അവളല്ലേ അനുഭവിക്കണത്. ഇന്നലെ ഈ നിമിഷം വരെ ഡെഡ് ബോഡി ആയിട്ടിരുന്ന വിരലാണ് ഇപ്പോൾ പൊങ്ങാനും താരാനും തുടങ്ങിയപ്പോൾ അവളുടെ ബോഡിയിലുള്ള പെയിനും ഇല്ല, ഒക്കെയായി. പക്ഷേ പറ്റത്തില്ല ഭർത്താവിന് പറയും നിനക്ക് വേദന ഇല്ലെന്ന് ഡോക്ടർ പറയണം. അതെങ്ങനെ പറയാൻ പറ്റും? നിനക്ക് ഇത് സുഖപ്പെട്ടു എന്നുള്ളത് ഡോക്ടർ പറയണം. അപ്പോൾ ഇവൾക്ക് പിന്നെയും വിഷമമായി. ഇനി ഡോക്ടറിന് ചിലപ്പോൾ ചില ഡോക്ടർമാർക്ക് ആളെ കണ്ട ഓപ്പറേഷൻ ചെയ്യണമെന്ന് തോന്നുന്ന സർജന്മാരുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ദേ നോക്കിയേ എൻ്റെ കാല് ഇപ്പം അനങ്ങണില്ല, അത് പൊങ്ങി വരുന്നുണ്ട്, പഴയതുപോലെ ആയെന്ന് പറഞ്ഞു. അത് പഴയതുപോലെ ആയിട്ടില്ലെന്ന് ഡോക്ടർ പറയും. അത് പഴയതുപോലെ ആയിട്ടില്ലെന്ന്. അപ്പോഴൊക്കെ പേടിയായി. ഇല്ല ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് നോക്കൂ, അത് പഴയതുപോലെയായി. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചു? പിന്നെ അധികം നേരം അവരെ മുറി നിന്നില്ല. അത് കർത്താവ് ചെയ്ത പരിപാടിയാണെന്ന് പറഞ്ഞവിടെ ഇറങ്ങിപ്പോകുന്നു. ആ സാക്ഷ്യം നല്ല രസമാണ് കേൾക്കാൻ. അപ്പം തിരിച്ച് വീട്ടിൽ വരും. പിന്നെയും കിടപ്പുണ്ടല്ലോ എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി, പഴയ ഫയല്, മാതാവിൻ്റെ അടുത്ത് വെക്കാഞ്ഞ ഫയലില്ലേ, അപ്പോൾ ആ ചാപ്റ്റർ അത് റണ്ണിങ് ആണല്ല. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഉടമ്പടി മണാഗുണാന്നൊക്കെ ഇപ്പം ചുമ്മാ ഒന്ന് പോണ്ടിയിട്ടിട്ടേ ഉള്ളു, പക്ഷേ ഇപ്പം ഞാൻ പണി മേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ വിഷയം എൻ്റെ ഹീമോഗ്ലോബിൻ 8 ഇതൊന്ന് 12 തന്നാൽ, അവർ സയൻറ്റിഫിക്കായിട്ടാണ് അമ്മയോട് സംസാരിക്കണത്. ഇതൊരു 12 തന്നാൽ പിന്നെ എനിക്ക് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന് പറയും, അല്ലെങ്കിൽ ഇങ്ങനെ കുഴലിറക്കേണ്ട കാര്യമില്ല എന്ന് പറയും. അതിനുശേഷം ഇവർ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലം കൂടി ചേർത്ത്
അപ്പോൾ സയൻസ് പോയി, മനസ്സിലായില്ലേ? മെറിറ്റ് പോയി. പിന്നെന്താ അവർ ചെയ്യേണ്ടത്? ഗ്രേസ് അവർക്ക് ചെയ്യേണ്ടത്. ഇവരോട് ഉടമ്പടി ഉപ്പ് ഉടമ്പടി തൈലം കൂടി ചേർത്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി അവർ ഒരു അല്പം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ ചേർത്തിട്ട് ചൂടുവെള്ളം കുടിക്കും. കുടിച്ച് 2 ദിവസം കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഹീമോഗ്ലോബിൻ 8 എന്ന് 12 ആവും, നോർമലാവും. അപ്പോൾ പിന്നെ ബ്ലീഡിങ് വരവ് നിറയ്ക്കും, ക്ലിയറായി, ആൾ പൂർണ്ണമായി സുഖപ്പെട്ട്. ശ്രുതികട്ട ഹല്ലേലൂയ. ഈ ഒരു പ്രയാസം അമ്മ എന്തായാലും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന എടുത്ത് മാറ്റണമേ എന്ന് അമ്മയോട് വിളിച്ചപേക്ഷിച്ചു. അതിൻ്റെ ഫലമായിട്ട് തന്നെ ഫെബ്രുവരി 16 ഡോക്ടർ പോലും അതിശയിക്കുന്ന വിധത്തിൽ കംപ്ലീറ്റ് റിസൾട്ട്സ് വന്നപ്പോൾ ക്യാൻസറെന്ന് ഫസ്റ്റ് പ്രൈമറി അനാലിസിസിൽ കൺഫേം ചെയ്തിരുന്ന റിസൾട്ടുകളെല്ലാം കംപ്ലീറ്റ് ആയപ്പോൾ ക്യാൻസറിൻ്റെ ഒരു സ്വഭാവവും ഇല്ല, കംപ്ലീറ്റ്ലി നോർമലാണ്, ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ആ സ്വെല്ലിംഗ് എന്ന് പറയുകയും വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. ഡോക്ടർ തന്നെ പറയുകയായിരുന്നു, വളരെ ചുരുക്കം ആളുകൾക്കാണ് ഇവിടെ എത്തിയിട്ട് ഇല്ലയെന്ന് പറഞ്ഞ് അയക്കുക, ഇത് ശരിക്കും ഒരു മിറാക്കിൾ തന്നെയാണെന്ന് ഡോക്ടർ പോലും വിലയിരുത്തുകയായിരുന്നു. അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ അടുത്ത ട്രീറ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടായിരുന്നു ഡോക്ടറിൻ്റെ പ്ലാൻ. അത്രയ്ക്കും സങ്കീർണമായൊരവസ്ഥയിൽ നിന്നാണ് മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചത്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചത് പൂർണ്ണമായും കൃപാസനം മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹത്താലെയാണെന്ന് ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായി ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് മേരി റിൻസി. ഞാൻ എറണാകുളം ജില്ലയിലെ വൈപ്പിൻ നായരമ്പലം സെൻറ്റ് ജോർജ് വാർഡ് ഇടവകപ്പള്ളി അംഗമാണ്. ഞാൻ 2018 മുതൽ കൃപാസനത്തിൽ വരുന്ന വ്യക്തിയാണ്. 2018 ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഉടമ്പടി ഞാൻ കൃത്യമായിട്ടൊന്നും പാലിച്ചില്ല. എൻ്റെ ഇവിടെ ഉടമ്പടിക്ക് വരാനുള്ള ഏറ്റവും വലിയ നിയോഗം ഞാനൊരു നേഴ്സാണ്. അപ്പോൾ എല്ലാവരെയും പോലെ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോയി ജോലി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഉടമ്പടി ഞാൻ കൃത്യമായിട്ട് പാലിച്ചില്ല. അങ്ങനെ ഞാൻ 2018 ഞാൻ IELTS കോച്ചിങ്ങിന് ചേർന്നു. എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. എൻ്റെ മെറിറ്റിൽ എന്താണെങ്കിലും എനിക്കിത് പാസ്സാവാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ഉത്ബോധം ഉണ്ടായി. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ആ ഒരു ഡെലിവറി ഗ്യാപ്പിലാണ് ഞാൻ IELTS കോച്ചിങ്ങിന് ചേർന്നത്. അതിനുശേഷം എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടാകാത്തതുകൊണ്ട് ഞാൻ ഗ്യാപ്പ് വരുന്നതുകൊണ്ട് ഞാൻ ജോലിക്ക് കയറി ഇൻ ബിറ്റ്വീൻ എഴുതാന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ അങ്ങനെ ജോലിക്ക് കയറി ആ ഒരു ഗ്യാപ്പ് നികർത്തി. പക്ഷേ 3 വർഷം കടന്നു പോയെങ്കിലും ഈ ഒരു മൊഡ്യൂളിലേക്ക് വരാനായിട്ടുള്ള എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് തന്നെ ഒരു ഉത്ബോധം ഉണ്ടായി. ഞാൻ ഉടമ്പടി എടുത്ത വ്യക്തിയാണ്, പക്ഷെ ഞാനത് നല്ല രീതിയിൽ അത് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് മാതാവ് എനിക്ക് അനുഗ്രഹം തരാത്തത്. ഇടയ്ക്കൊക്കെ പ്രാർത്ഥനയൊക്കെ ഞാൻ നിർത്തിയായിരുന്നു. അങ്ങനെ കോവിഡിന് ശേഷം ഏപ്രിൽ 7/4/2021 ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഉറച്ച തീരുമാനത്തോടെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ് ഞാനിവിടെ ഈ സ്റ്റേജിൽ വന്ന് പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യം വന്ന് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ 2ാമത്തെ തവണ ഞാൻ IELTS എക്സാം എഴുതി. ആദ്യം ഞാൻ ജോലിക്ക് നിന്നുകൊണ്ട് ഞാൻ എഴുതി. 2ാമത്തെ തവണ ജോലി റിസൈൻ ചെയ്തുകൊണ്ടും പഠിക്കാൻ ഒട്ടും ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും റിസൈൻ ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ വരാം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഇറങ്ങി. അങ്ങനെ 2ാമത്തെ തവണ എഴുതി, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ കടുത്ത സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് മൂലം ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും ഞാനിവിടെ ഉപേക്ഷിക്കുകയാണ്. മാതാവ് എനിക്ക് എന്താണെങ്കിലും സാധിക്കില്ലായിരിക്കും, ഞാൻ വേറെ ഗൾഫ് കൺട്രീസിലൊക്കെ പോവാം എന്നുള്ള തീരുമാനത്തോടെ അങ്ങനെ പോയി. പക്ഷേ ഞാൻ റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്നും പരിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ സൗദി അതുപോലെ മാൽദീവ്സ് എന്നൊക്കെ എനിക്ക് ഓഫർ വന്നെങ്കിലും പക്ഷേ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പൈസ കിട്ടുമായിരിക്കും. പക്ഷേ ആത്മീയമായിട്ട് ഒരിക്കലും ദൈവത്തോട് അങ്ങനെ ചേർന്നിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനുകൊണ്ട് ഞാനത് ആ കിട്ടിയ ഓഫറൊന്നും വേണ്ടാന്ന് വെച്ച് വീണ്ടും ഈ ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് തന്നെ OET പഠിക്കാം. IELTS എനിക്ക് കിട്ടാത്തത് എന്താണെങ്കിലും മാതാവ് OET എന്നെ സഹായിക്കും എന്നൊരു ഉറച്ച തീരുമാനത്തോടെ ഞാൻ ഒരു കോച്ചിങ് സെൻറ്ററിൽ ചേർന്ന് ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ പഠിച്ചത്.
എൻ്റെ ഹോസ്റ്റൽ ആ ഒരു കോച്ചിങ് സെൻറ്ററിൽ എല്ലാവരോടും ഞാൻ ഉടമ്പടിയെ പറ്റി പറഞ്ഞു. ഞാനും കൃത്യമായിട്ട് തന്നെ ഉടമ്പടിയിലെ എല്ലാ നിബന്ധനകളും ഞാൻ പാലിച്ചു. എല്ലാവരോടും ഞാൻ പറയുമായിരുന്നു ഉടമ്പടി ഇങ്ങനെ കൃത്യമായിട്ട് തന്നെ ചെയ്യണം. ആ ഒരു കൃപയിലായിരുന്ന മാതാവ് എന്താണെങ്കിലും സഹായിക്കും. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ രാവിലെ വൈകുന്നേരം ഞാൻ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. പത്രം കൊടുക്കാനാണെങ്കിൽ ഇച്ചിരി മടിയുണ്ടായെങ്കിലും പിന്നീട് അച്ഛൻ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാനും അവിടെ നിന്ന് ഞങ്ങൾക്കൊരു പ്രവേശനം പോലും കിട്ടുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ പോയി പത്രം കൊടുക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുക, എന്നാൽ കഴിയുന്ന പോലെ അവർക്ക് സഹായം ചെയ്യുവാനും യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാനും ഡെയിലി സാക്ഷ്യങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് എൻ്റെ ബാച്ചിലെ പിള്ളേർക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ ഓരോ രോഗാവസ്ഥയിലും ഓരോ പ്രശ്നത്തിൽ ഇരിക്കുന്നവർക്ക് അതിനോടനുബന്ധിച്ചുള്ള സാക്ഷ്യം ഞാൻ അത് ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. അവർക്കും ഞാൻ ഈ കൃപാസനത്തെ പറ്റി പറഞ്ഞു കൊടുത്തു. എൻ്റെ മുടികളെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാ മുടികളും ഭയങ്കര ടഫായിരുന്നു. ഒന്നിൽ പോലും ഞാനൊരു 8-10 മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്നിൽ പോലും എനിക്ക് ഫുൾ ബി ഇതുവരെ കിട്ടിയിട്ടില്ല. C+, അതുപോലെ ലിസണിങ് ആണെങ്കിലും പകുതി എനിക്ക് കേട്ടാൽ പോലും എനിക്ക് മനസ്സിലാവില്ല എന്താണ് പറയുന്നതെന്നുള്ളത്. ചിലപ്പോൾ ഞാൻ കറക്കി കുത്തിയൊക്കെ ആയിരിക്കും ഞാൻ ആൻസേഴ്സ് ചെയ്യുന്നത്. അതൊക്കെ ഒരു C+, C+ സ്കോറിൽ വന്ന് നിൽക്കും. 28-30 വേണം ബി കിട്ടാൻ വേണ്ടി. പക്ഷേ എൻ്റെ സ്കോർ എന്ന് പറയുമ്പോൾ 26, 27, 28. ഒരിക്കലും അങ്ങനെ 30ലേക്ക് കയറില്ല, വല്ലപ്പോഴും മാത്രം. പിന്നെ റീഡിങ് ആണെങ്കിലും മാത്സ് എയും ബിയും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ C പാർട്ടിലെ ഒരു 5 ക്വസ്റ്റ്യൻ എങ്ങനെയാണെങ്കിലും എനിക്ക് വിടേണ്ടി വരും. എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല. സ്പീക്കിംഗ് എനിക്ക് പിന്നെ ഇഷ്ടമുള്ള മൊഡ്യൂളാണെങ്കിലും 5 മിനിറ്റിൽ തീർക്കുന്ന ടാസ്ക് എൻ്റെ സമയം 8-10 മിനിറ്റ് അത്രയും പോയാൽ എനിക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെ ഇപ്പോൾ റൈറ്റിംഗ് ആണെങ്കിലും എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. എല്ലാ മൊഡ്യൂളും എനിക്ക് ടഫാണ്. പക്ഷേ എങ്കിൽ പോലും മാതാവ് സഹായിക്കും എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തോടെ ഞാൻ ഓഗസ്റ്റ് 27 ഞാൻ ഡേറ്റ് എടുത്തപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മയുടെ പ്രത്യക്ഷത്തിന് സാക്ഷിയായി യേശുനാമത്തിൽ എന്നെ ഉയർത്തണമേ എന്നുള്ള ആ ഒരു അതൊരു ജപം പോലെ ഞാൻ എക്സാമിൻ്റെ ആ ടൈമിൽ ഞാൻ ഉരുവിടുമായിരുന്നു. അതുപോലെ കാശ് രൂപം ഞാൻ എവിടെയാണോ ഗ്രേഡ് വരുന്നത് ആ മാർക്കിംഗ് പോയിന്റിൽ ഞാൻ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോ മൊഡ്യൂളിൻ്റെ പേപ്പർ കഴിഞ്ഞ് കൊടുത്തത്. എക്സാമും ഇതുപോലെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു. ടഫാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല, എന്താണെങ്കിലും കിട്ടില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തോടെ ആണ് ഞാൻ ആ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങിയത്. സ്പീക്കിങ്ങിലാണെങ്കിലും സ്പീക്കിംഗ് ഞാൻ ശരിക്കും മാതാവിൻ്റെ ആ ഒരു അത്ഭുതമായിട്ടുള്ളൊരു സാന്നിധ്യം എനിക്ക് മനസ്സിലായത്. കാരണം കാശ് രൂപം മാത്രം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ആ ഒരു 3 മിനിറ്റ് നമുക്ക് സ്പീക്കിങ്ങിൽ നമുക്ക് ഒരു ടൈം തരും പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി. പക്ഷേ ആ ഒരു 3 മിനിറ്റിൽ നമുക്ക് ഞാൻ എൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ച് നിന്നാൽ എനിക്കത് ഓരോരോ വൊക്കാബുലറിയും ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ എനിക്കത് പറയാനുള്ള ഒരു കോൺഫിഡൻസ് എന്നല്ല, എൻ്റെ ബുദ്ധിയിൽ അത്രയും വരാറില്ല. പക്ഷേ അന്ന് ആ എക്സാം ഹോളിൽ ചെന്നപ്പോഴേക്കും എനിക്കറിയില്ല ഞാൻ എങ്ങനെ കറക്റ്റ് ആ ഒരു ടൈമർ സ്റ്റോപ്പ് ചെയ്തപ്പോൾ എൻ്റെ 2 ടാസ്കും കംപ്ലീറ്റ് ചെയ്തു. ഒട്ടും ഹമ്മിങ് ഉണ്ടാകാതെ ഒരു പോസോ ഒരു വിക്കോ ഒന്നും ഉണ്ടാവാണ്ട് കറക്റ്റായിട്ട് മാതാവ് എന്നെ കൊണ്ട് അത് പറയിപ്പിച്ചത് മാതാവ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. ഉറച്ച് വിശ്വസിക്കണം, എൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ച് എനിക്ക് ഒരിക്കലും സ്കോർ കിട്ടില്ല എന്നുള്ളത്. റൈറ്റിംഗ് ആണെങ്കിലും എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, ടഫായിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് സെപ്റ്റംബർ 13 വരുന്നത്. അതിക്ക് മുമ്പത്തെ ആഴ്ചയിൽ ഞാൻ എൻ്റെ അടുത്തുള്ള പള്ളിയിൽ പോയി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ച് ഞാൻ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ സെപ്റ്റംബർ 13 എൻ്റെ റിസൾട്ട് വന്ന ദിവസം ഭയങ്കര ഡിലേ ആയിരുന്നു. എൻ്റെ റിസൾട്ട് മാത്രം വരുന്നില്ല, എന്നേലും പഠിക്കുന്ന പിള്ളേർക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞത് അവർക്ക് C+ലേക്കൊക്കെ പോയി. അപ്പം ഞാൻ വിചാരിച്ചു എന്നേലും പഠിക്കുന്നവരാണല്ലോ, അവർക്ക് കിട്ടിയില്ല, പിന്നെ എനിക്ക് എങ്ങനെ കിട്ടാനാ. പക്ഷേ എങ്കിലും ചെറിയൊരു വിശ്വാസം ചെറിയൊരു വിശ്വാസമല്ലാതെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ ചെയ്ത പ്രവൃത്തികളിൽ ആശ്രയിച്ച് മാത്രമാണ് ഞാൻ ഇരുന്നത്. അങ്ങനെ ഞാൻ റിസൾട്ട് എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് നോക്കി തന്നത്. എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ എനിക്ക് എൻ്റെ എല്ലാ മൊഡ്യൂളിലും ഫസ്റ്റ് ചാൻസ് തന്നെ B ഗ്രേഡ് നൽകി മാതാവ്. 4 മൊഡ്യൂളിനും എനിക്ക് എവിടെ വേണമെങ്കിലും പോകാം, 4 മൊഡ്യൂളിലും എനിക്ക് B ഗ്രേഡ് തന്ന മാതാവിനെ അനുഗ്രഹിച്ചു.
അതിനുശേഷമുള്ള സി ബി ടി എക്സാം ഇതുപോലെ ടഫായിരുന്നു. 49 മെറ്റീരിയൽ കവർ ചെയ്യാനുള്ളതിൽ ഞാൻ ആകെ 12 മെറ്റീരിയലാണ് കവർ ചെയ്തിട്ട് എക്സാമിന് പോയത്. പക്ഷേ എങ്കിലും അവിടെ ഞാൻ അമ്മേനെ ആ ഒരു നേർച്ച വസ്തുക്കൾ ഉടമ്പടി ഉപ്പൊക്കെ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ എക്സാമിന് ഇരുന്നത്. എക്സാംസ് എല്ലാ പേപ്പറും ഓരോ എയും ബിയും മാതാവ് പറഞ്ഞ് ഓരോ ഉത്തരങ്ങളും പറഞ്ഞ് ചെയ്യുന്ന ആ ഒരു സാന്നിധ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ സി ബി ടിക്ക് ഞാൻ പാസ്സായി. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ എക്സാമിൻ്റെ റിസൾട്ട് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നായിരുന്നു. അത് അറ്റൻഡ് ചെയ്തു, പക്ഷേ എനിക്കത് കിട്ടിയില്ല. പക്ഷേ 2ാമത്തെ തവണ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയെങ്കിലും അവർ ഡിസംബർ 28-ാം തീയതി എനിക്ക് UK പോകാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പോടെ ഞാൻ അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം PCC മെഡിക്കൽ എല്ലാം കഴിഞ്ഞിരിക്കുമായിരുന്നു.